വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഒടുവിൽ നമ്മൾ കേൾക്കാൻ കൊതിച്ചിരുന്ന ആ വാർത്ത എത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് മനസ്സിലാവുന്നത്. നമുക്കറിയാം, പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ ഈ തീവ്രവാദ സംഘടന ലഷ്കർ-ഇ-ത്വയ്ബയുടെ പ്രോക്സി ഗ്രൂപ്പുകളൊക്കെ വന്ന് പഹൽഗാമിലെ ഭീകരാക്രമണം നടത്തിയപ്പോൾ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് ഇത് നടത്തിയ ഭീകരവാദികൾ എവിടെ എന്നുള്ളതാണ്. ഈ നടത്തിയ ഭീകരവാദികളെ പിടികൂടുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന് അസാധ്യമായിട്ടുള്ള കാര്യമില്ല. പക്ഷേ സമയമെടുക്കും. സ്വാഭാവികമായിട്ടും ഈ കാണ്ഡഹാറിലൊക്കെ പ്ലെയിൻ റാഞ്ചിയ ഭീകരവാദികളെ നമ്മൾ ഇപ്പോഴാണ് അജ്ഞാതമാരെ വിട്ടിട്ട് സമ്പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ ഈ ഭീകരവാദികൾ നമ്മളെ അടുത്ത് വന്നിട്ട് പിടിച്ചോ എന്ന് പറഞ്ഞ് നമ്മളെ അടുത്ത് നിൽക്കത്തുമില്ല. അതിന്റെ ഇരട്ടിയിരട്ടിയായിട്ട് പ്രഹരം നമ്മൾ തിരിച്ചു കൊടുത്തു. പക്ഷേ അതിനുശേഷം ഈ കശ്മീരിൽ ഇത് നരേന്ദ്രമോദിയുടെ ഒരു പ്രത്യേകത, പുള്ളി ആരെയും വെറുതെ വിടില്ല എന്നുള്ളതാണ്. ഈ ഭീകരവാദികൾ പൊക്കോട്ടെ, അതിന് പകരം നമ്മൾ അവിടെ അടിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് പുള്ളി അടങ്ങിയിരിക്കുകയല്ല ചെയ്തത്. പുള്ളി പറഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും തുടരുകയാണ്. നമ്മൾ കശ്മീരിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്ര ബറ്റാലിയൻ പട്ടാളക്കാരെയാണ് അങ്ങോട്ടേക്ക് വിടുന്നത്. കശ്മീരിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ രാജ്യത്തുള്ള പട്ടാളത്തിന്റെ ഏകദേശം ഒരു കാൽഭാഗം പട്ടാളക്കാർ ഇപ്പോൾ കശ്മീരിൽ തന്നെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പോരാത്തതിന് ഈയിടയ്ക്ക് നമ്മളൊരു വാർത്ത കൊടുത്തു, പ്രധാനമന്ത്രി പ്രസിഡന്റിനെ പോയി കാണുന്നു, അതിനുശേഷം പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും തമ്മിൽ ഒരു ചർച്ച നടക്കുന്നു, അതിനുശേഷം അജിത് ഡോവലും 3 സൈനിക മേധാവികളും തമ്മിൽ ചർച്ച നടക്കുന്നു, ചീഫ് ഓഫ് ഡിഫൻസും സൈനിക മേധാവികളും തമ്മിൽ ചർച്ച നടക്കുന്നു, അതിർത്തിയിൽ നോട്ടാം പ്രഖ്യാപിക്കുന്നു, അത് നീട്ടുന്നു, ഓഗസ്റ്റ് 23 വരെ അത് നീട്ടുന്നു. പാകിസ്ഥാനും അവിടെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഇപ്പോ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ശ്രീനഗറിൽ ഒരു ഓപ്പറേഷൻ മഹാദേവ് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഓപ്പറേഷൻ മഹാദേവില് ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട തീവ്രവാദി സംഘടനകളിലെ തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സത്യം പറഞ്ഞാൽ വളരെ എക്സൈറ്റ്മെന്റ് തരുന്ന ഒരു വാർത്തയാണ്. ശ്രീനഗറിലെ ലിഡ്വാസ് പ്രദേശത്ത് ജമ്മു കശ്മീർ പോലീസ് സൈന്യവും സംയുക്തവുമായി നടത്തിയ ഓപ്പറേഷനിൽ 3 TRF ഭീകരരെ വളഞ്ഞു. ഏറ്റുമുട്ടലിൽ ഈ 3 ഭീകരരെയും കൊല്ലപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 3 ഭീകരരും പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ടിരുന്ന ഭീകരവാദികളാണ് എന്ന് നമുക്കറിയാൻ സാധിക്കുന്നു. അതിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ഒരു അതിർത്തിയുടെ ഒരു സുരക്ഷയാണ് സൂചിപ്പിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കും. കാരണം ഇത്രയും നാൾ കഴിഞ്ഞിട്ട് ഈ ഭീകരവാദികൾക്ക് ഈ കശ്മീരിൽ നിന്ന് പുറത്തേക്ക് പോകാൻ സാധിച്ചിട്ടില്ല. അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഒളിച്ചിരിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കശ്മീരിൽ വെച്ചാണ് ഇത് നടന്നിരിക്കുന്നത്. ഇവർക്ക് പണ്ടൊക്കെ ആണെങ്കിൽ ഭീകരവാദികൾ ഇപ്പുറത്ത് വന്ന് നമ്മുടെ സൈനികരെ കൊന്നിട്ട് തല വെട്ടിയെടുത്തുകൊണ്ട് അപ്പുറത്ത് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ആ വാർത്ത ഞാൻ ഈ ഇടയ്ക്ക് നമ്മുടെ ന്യൂസിനെ മലയാളത്തിൽ കൊടുത്തിരുന്നു. അങ്ങനെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ഇവിടെ ഭീകരവാദികൾ ഈ ആക്രമണം നടത്തിയാൽ ഇവിടെ നിന്ന് പുറത്തു പോകാൻ പറ്റാത്തൊരവസ്ഥ. പിന്നെ അവന്മാരെ കണ്ടുപിടിച്ച് കൊല്ലുക എന്നുള്ളൊരു തീരുമാനം മാത്രമേ ഒരു സെറ്റപ്പ് മാത്രമേ നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. അവിടുത്തെ ജനങ്ങൾക്കും ഇപ്പൊ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു വലിയ ഫൈറ്റിലേക്ക് നമ്മൾ ചിലപ്പോൾ പോയേക്കാം, അതുകൊണ്ട് നിങ്ങൾ സമാധാനമായിട്ടിരിക്കണം, പേടിക്കേണ്ട എന്നുള്ളൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ ഓപ്പറേഷൻ മഹാദേവ്, ഓപ്പറേഷൻ സിന്ദൂർ, അതിനിടയിൽ പാകിസ്ഥാന്റെ പല ആക്രമണങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് ഒരു വലിയൊരു ഡ്രോൺ സ്ക്വാഡിനെ നമ്മൾ അതിർത്തിയിൽ രൂപീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഓരോ അറ്റാക്ക് വരുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാവും. പാകിസ്ഥാൻ ഇങ്ങോട്ട് ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നു. നമ്മൾ ഇത്തവണ അവിടെ ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഡ്രോൺ സ്ക്വാഡിനെ അവിടെ, അതായത് ഒരേ സമയം 10,000-കണക്കിന് ഡ്രോണുകൾ പാകിസ്ഥാനിലേക്ക് പറത്തിവിടാൻ, എനിക്ക് പാകിസ്ഥാനിലെ സിവിലിയൻസിന്റെ മേലെ വിടില്ല, ഭീകരവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചായിരിക്കാം പറത്തിവിടാനുള്ള രീതിയിൽ സംഭവങ്ങളെല്ലാം നമ്മൾ സജ്ജമായി റെഡിയാക്കി നിൽക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് പ്രധാനമന്ത്രി പറയുന്നത് ഇതൊക്കെ കൊണ്ടാണോ ബിചേട്ടാ? ഈ പഹൽഗാം ഭീകരാക്രമണത്തിലുള്ള ഭീകരവാദികൾ അവരെ ഇനി നമുക്ക് നമുക്ക് ഈ ഭീകരവാദികളുടെ ഈ സംഘടന സമ്പൂർണ്ണമായിട്ട് നശിപ്പിക്കാനായിട്ട് ഇനിയും എത്ര സമയമെടുക്കും? ഭീകരവാദികളെ നശിപ്പിച്ചെന്ന് കേൾക്കുന്നു. ഇനി ഈ സംഘടനയായിരിക്കും സ്വാഭാവികമായിട്ട് ലക്ഷ്യം. അത് ഭീകരവാദികളുടെ താവളം നശിപ്പിച്ചു, പരിശീലന കേന്ദ്രം നശിപ്പിച്ചു, ഭീകരവാദികളെ നശിപ്പിച്ചു. ഇനി അടുത്ത ലക്ഷ്യം നമുക്ക് സ്വാഭാവികമായിട്ടും ഈ സംഘടനയായിരിക്കണമല്ലോ. ഇതിനി എത്ര സമയമെടുക്കും? വന്ന ഒരു വാർത്ത ഈ അവസരത്തിൽ നമ്മൾ പറയണം. അതിനകത്ത് പറഞ്ഞ CISF-ന് ആദ്യമായിട്ട് നമ്മുടെ സൈന്യം പരിശീലനം കൊടുക്കുകയാണ് കാശ്മീർ താഴ്വരയിൽ അവരെ വിന്യസിക്കാനായിട്ട്. അതായത് ഭീകരരെ ഏറ്റുമുട്ടാൻ മാത്രമല്ല, യുദ്ധത്തിൽ പങ്കാളികളാക്കാൻ വേണ്ടി. സാധാരണ നമുക്കറിയാം ഈ CISF-നെ നമ്മൾ കൂടുതലായി വിന്യസിപ്പിക്കുന്ന ഇൻഡസ്ട്രിയൽ ഏരിയകൾക്ക് വേണ്ടിയിട്ട് രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്ന ഒരു സേനാ വിഭാഗമാണ് CISF. എയർപോർട്ടുകൾ, അതുപോലെ നമുക്ക് അതീവ സുരക്ഷാ മേഖലകളിൽ മാത്രം ഉള്ള ഒരു വിഭാഗമാണ്. അപ്പൊ അവർക്ക് വലിയ ട്രെയിനിങ് കാശ്മീരിൽ നൽകുന്നു സൈന്യം എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം വന്ന വാർത്ത. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നമ്മൾ കാശ്മീരിൽ ഒരു വലിയ ക്ലീൻ ഓപ്പറേഷൻ അതിപ്പോ തുടങ്ങിയതല്ല. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം അത് വളരെ ത്വരിതപ്പെട്ട് വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ അവിടുത്തെ ഭീകരന്മാരുടെ വീടുകളും മറ്റും തകർത്തു. അതിനെതിരെ അവിടെ പ്രതിഷേധമുയർന്നു. അപ്പോൾ ഈ ലഷ്കർ-ഇ-ത്വയ്ബ ചെയ്ത പണി, അവര് ഒരു പ്രോക്സിയെ ഉണ്ടാക്കി വെച്ചിട്ട് ഈ തദ്ദേശീയരായിട്ടുള്ള യുവാക്കളെ ഇതിലേക്ക് റിക്രൂട്ട് ചെയ്യുകയാണ് അവർ ചെയ്തത്. അതായത് ഞങ്ങളല്ല ഇതെന്ന് വരുത്തി തീർക്കാനും
തദ്ദേശീയരായ ഈ എന്താണ് വിഘടനവാദികളുടെ ഒരു ഗ്രൂപ്പാണ്, കാശ്മീരികളായിട്ടുള്ളവരുടെ ഗ്രൂപ്പാണ് ഇതെന്ന് വരുത്തി തീർക്കാനായിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. കാരണം ഭീകരവാദികൾക്ക് വലിയൊരു തിരിച്ചടി ആദ്യം കിട്ടിയത് നോട്ട് നിരോധന സമയത്തായിരുന്നു. നമുക്കറിയാം, ഈ ഗിൽജിത്തിലും ബാൾട്ടിസ്ഥാനിലും ഒക്കെ നൂറുകണക്കിന് നോട്ടടിക്കുന്ന ഫാക്ടറികൾ ഉണ്ടായിരുന്നു പാകിസ്ഥാൻ, ഈ പാക് അധിനിവേശ കാശ്മീർ. അതെല്ലാം നിന്നുപോയി അവിടെ കൊണ്ട്. പിന്നീട് നമ്മൾ ബാലക്കോട്ടിലൊക്കെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയൊരു മുന്നറിയിപ്പ്, നിങ്ങൾ ഞങ്ങളുടെ കയ്യെത്തും ദൂരത്ത് തന്നെയാണ് എന്നൊരു മുന്നറിയിപ്പാണ് അതുമൂലം നൽകാൻ കഴിഞ്ഞത്. പിന്നെ അവിടെ അങ്ങനെ വലിയൊരു ഭീകര ക്യാമ്പുകളൊന്നും വലുതായിട്ട് വർക്ക് ചെയ്യില്ല. കാരണം ഏത് സമയം ഇന്ത്യ അവിടെ ആക്രമിക്കാൻ പറ്റും എന്ന് നമ്മൾ തെളിയിച്ചു കൊടുത്തൊന്നായിരുന്നു. അതിനുശേഷം നമ്മൾ വളരെയധികം ഓപ്പറേഷൻ നടന്നു. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് എന്ത് സംഭവിച്ചാൽ അതിനെ എതിർത്തുകൊണ്ട് കുത്തിത്തിരിപ്പായിട്ടൊരു വിഭാഗം വരും. ഏതായാലും ഇതുപോലെ തന്നെ ഈ പൽഗാമി ഭീകരാക്രമണം നടന്നപ്പോൾ കുറെ തിയറികളായിട്ട് കുറച്ചവർ ഇറങ്ങിയിരുന്നു. അതൊന്നും ക്ലച്ച് പിടിച്ചില്ല എങ്കിൽ പോലും ദിവസങ്ങളൊരു ചർച്ചയൊക്കെ ചെയ്തിരുന്നു. അവരെവിടെ എന്നൊക്കെ ചോദിച്ചിരുന്നു. നമുക്കറിയാം, ഇവർ നിബിഡ വനത്തിലാണ് ഒളിച്ചിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ അനവധി മാധ്യമപ്രവർത്തകർ അവിടെ ദിവസങ്ങളോളം പോയി തമ്പടിക്കുകയും അവർ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വനങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന ഈ പൈൻമര ഫോറസ്റ്റ് ആണ്, പൈൻമരത്തിന്റെ ഒരു വലിയ കാടാണ്. അപ്പം അവിടെ കടന്നു കയറുക എന്ന് പറഞ്ഞ വലിയ പ്രയാസകരമാണ്. അതിനിടയിലേക്കൊക്കെ സൈന്യം കടന്നു കയറി ചെങ്കുത്തായ മലകളാണ് ഇതൊക്കെ. അതായത് ഈ നമ്മുടെ എയർഫോഴ്സിനോ മറ്റൊന്നും വന്നിട്ട് അവിടെ ബോംബിട്ട് നശിപ്പിക്കാൻ, കാരണം ഇതിനകത്ത് ജനങ്ങൾ താമസിക്കുന്നുണ്ട്. അതാണ് ഈ സൈന്യത്തെ കുഴക്കുന്ന ഒരു പ്രധാന പ്രശ്നം. വെച്ചാൽ ഈ വനത്തിനുള്ളിലും വനത്തിനോട് ചേർന്ന് വെക്കാൻ അനവധി സിവിലിയൻസ് താമസിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ആദ്യം സുരക്ഷ ഒരുക്കുക, അല്ലെങ്കിൽ അവരെ ഒരു സേഫായ സ്ഥലത്തേക്ക് മാറ്റണം ആദ്യം. അങ്ങനെയൊക്കെ മാറ്റിയതിന് ശേഷം മാത്രമാണ് ഇതിനകത്തോട്ട് സൈന്യത്തിന് കടക്കാൻ തന്നെ കഴിയുകയുള്ളൂ. ഭീകരവാദികൾ എന്ന് പറഞ്ഞാൽ 2-3 പേര് മാത്രമേ കാണൂ. ഇത് സൈന്യം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഒരു ബറ്റാലിയൻ ഫുള്ള് കമാൻഡോകൾ ഉൾപ്പെടെ കയറുമ്പോൾ അവർക്ക് സിവിലിയന്മാരുടെ സുരക്ഷ നോക്കണം. ഭീകരന്മാർക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പം ഈ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. അപ്പോൾ വലിയൊരു ഏറ്റുമുട്ടൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നടക്കുന്നു. കരസേനാ മേധാവി കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീർ സന്ദർശിച്ചിരുന്നു. അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് അദ്ദേഹം ആദ്യമായിട്ടാണ് അവിടെ എത്തുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം. അത് മാത്രമല്ല, നമ്മുടെ സേനാ മേധാവി കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, ഞങ്ങൾ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ പാകിസ്ഥാനെ ആക്രമിക്കുന്ന ഒരു പദ്ധതിയല്ല, പകരം ഭീകരവാദത്തിന് സീറോ ടോളറൻസ് പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്ത് നിന്ന് ഭീകരവാദികളെ മുഴുവൻ തുരത്തുന്ന ഒരു പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ. അതിനിട്ടിരിക്കുന്ന പേരതാണ് എന്നുള്ളത്. അതിന് കീഴിലാണ് ഇപ്പൊ ഈ മഹാദേവ് എന്ന ഒരു ഇത് തുടങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, കുറച്ചു നാൾക്ക് മുമ്പ്, ഒരു 6-7 മാസം മുമ്പ്, ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടായത്, അതായത് ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇടങ്ങളിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഈ മൗണ്ടൻ ഇതുണ്ട്, നമ്മുടെ ബ്രിഗേഡ്സ് ഉണ്ട്. അതായത് മലമുകളിൽ മാത്രം യുദ്ധം ചെയ്ത് പരിചയിച്ചിട്ടുള്ള സൈനികരുണ്ട്. അവരുടെ യൂണിറ്റിനെ കംപ്ലീറ്റ് കാശ്മീരിലേക്ക് കൊണ്ടുവന്നിരുന്നു. കാരണം ഈ കാശ്മീരിലെ മലനിരകളിലും വനങ്ങളിലും ഒക്കെ അവർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കടന്നു ചെല്ലാനും നശിപ്പിക്കാനും കഴിയും. അപ്പൊ അത്തരത്തിലുള്ള യൂണിറ്റിൽ നമ്മൾ മാറ്റിയിരുന്നു. അത് മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആ വെടിനിർത്തലിന് ശേഷവും നമ്മൾ നമ്മുടെ സൈന്യത്തെ ഒന്നും പിൻവലിച്ചിട്ടില്ല എന്ന് മാത്രവുമല്ല, നമ്മൾ കൂടുതൽ സേനാവിന്യാസമാണ് അവിടെ നടത്തുന്നത്. അപ്പോൾ എന്താ ഒന്ന് ഉടൻ സംഭവിക്കാൻ പോകുന്നു എന്നൊരു ധ്വനി ഇപ്പോൾ തന്നെ അന്തരീക്ഷത്തിലുണ്ട്. കാരണം മുനീർ അധികാരം പിടിച്ചെടുക്കുകയാണെങ്കിൽ ആദ്യം ആ ജനങ്ങളെ ഒതുക്കാൻ വേണ്ടിയിട്ട്, അതായത് പാകിസ്ഥാനിലെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുമായി ഏറ്റുമുട്ടലിന് ഒരുങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും. കാരണം മുനീർ കയറുമ്പോൾ സ്വാഭാവികമായി കുറെ ജനം എതിർക്കാനും, രാഷ്ട്രീയ പാർട്ടികൾ, നമ്മുടെ ഇമ്രാൻഖാന്റെ പാർട്ടി ഉൾപ്പെടെ അതിനെ എതിർക്കാനും തെരുവിലിറങ്ങാനും ഒക്കെ സാധ്യത. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവിടെ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെങ്കിൽ ഇദ്ദേഹം അധികാരത്തിൽ കയറുന്ന പേരും പറഞ്ഞ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയില്ല. കാരണം ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നില്ല, അധികാരം വെക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് ബന്ധാണെന്ന് പറയാൻ കഴിയില്ല. പകരം ഇന്ത്യയുമായിട്ടൊരു ഏറ്റുമുട്ടൽ ഉണ്ടാകുകയും പകരം അങ്ങനെ വന്നിട്ട് അധികാരം പിടിക്കുക. കാരണം മുനീറിന് അധികാരത്തിലേക്ക് വരാനായിട്ട് ഇനി ഒരു ചെറിയ ഓപ്ഷൻ ചെറുതല്ല, അദ്ദേഹത്തിന് മുമ്പിൽ ഓപ്ഷൻസ് ഉണ്ട്. കാരണം എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തിന് അധികാരം. പക്ഷെ അദ്ദേഹം അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത്. കാരണം രാജ്യം വീണ്ടും ഒരു പ്രതിസന്ധിയിലേക്ക് പോവുകയും അവിടെ ഒരു വീരനായകനായിക്കൊണ്ട് മുനീർ കടന്നു വരികയും ചെയ്യുക എന്നുള്ള ഒരു റോഡിലേക്ക് വന്നാൽ കുറച്ചു നാൾ പിടിച്ചു നിൽക്കാൻ പറ്റും. ഈ വീരാരാധന കിട്ടും, പാക് ജനത്തിന്റെ വലിയ പിന്തുണ കിട്ടും. ഇത് തന്നെയാണ് മുനീറിന്റെ ബുദ്ധികളൊക്കെ നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു വ്യക്തി അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഏത് നിമിഷവും നടക്കാമെന്ന് ഇന്ത്യ കരുതലോട് തന്നെയാണ് ഇന്ത്യ ഇരിക്കുന്നത്. കാരണം ഏത് നിമിഷവും അത് സംഭവിക്കാം. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാലും ഇതിന്റെ അടുത്ത ഘട്ടം നമുക്ക് തുടങ്ങേണ്ടതായിട്ട് തന്നെ വരും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നേവിയുടെ കൂടുതൽ ഷിപ്പുകളും നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് നീക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് നേരത്തെ തന്നെ വന്ന റിപ്പോർട്ടുകളാണത്. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം, ചൈനയുമായിട്ട് നമ്മൾ അടിക്കടി ഉണ്ടാകുന്ന ബന്ധത്തിന്റെ ദൃഢത, നമ്മൾ കൂടുതൽ വ്യവസായങ്ങളിലായാലും ഒക്കെ ദൃഢത. കാരണം ഒരു സൈഡ് നമുക്ക് സമാധാനപ്പെടുത്തി നിർത്തിയിട്ട് വേണം നമ്മൾ അടുത്ത സൈഡ് നമുക്ക് അടിച്ച് നിരത്താനായിട്ട്. ഏതായാലും ഇനിയും ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ട്. അത് ഇപ്പൊ അതിന്റെ സ്റ്റാർട്ടിംഗ് ലെവലാണ്. ഇപ്പൊ ഇതിനകത്ത് വരുന്ന കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പൊ TRFിനെ പിന്നെ ആഗോള ഭീകരവാദ പട്ടികയിൽ അമേരിക്ക ഉൾപ്പെടുത്തിയിട്ട് 2 ആഴ്ച ആകുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു സംഘടന ആഗോള ഭീകരവാദ പട്ടികയിൽ ഇത് വരുമ്പോഴത്തേനും
ഇത് വിദേശ ഭീകര സംഘടനയുടെ ഗണത്തിലാണ് ഇത് പെടുത്തിയിരിക്കുന്നത്. വിദേശ ഭീകര സംഘടന എന്ന് പറയുമ്പോൾ വിദേശത്ത് നിന്ന് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന സംഘടന, ഇന്ത്യക്ക് പുറത്തുള്ളതെല്ലാം നമ്മളെ സംബന്ധിച്ച് വിദേശമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സംഘടന എന്നാണ്. അപ്പോൾ ഇവരെ അറ്റാക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഇതിന്റെ ഒരറ്റം പൊള്ളുന്നത് എവിടെയായിരിക്കും? സ്വാഭാവികമായി അപ്പുറത്തുള്ള ഇവരെ നിയന്ത്രിക്കുന്ന ജെയ്ഷെ മുഹമ്മദിനെ പോലുള്ള, ലഷ്കർ-എ തോയ്ബയെ പോലുള്ള സംഘടനകൾക്കും അവരുടെ തലവന്മാർക്കും ഒപ്പം തന്നെ പാക് സൈന്യത്തിനും ഭരണകൂടത്തിനും ഇത് ഒരുപാട് ഞെട്ടലും വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം അവരായിട്ട് കൊടുത്തുവിട്ട അവരുടെ പൗരന്മാര്, ആ പൗരന്മാരെ അവിടെ കൊല്ലപ്പെടുമ്പോൾ ഒന്നും മിണ്ടാൻ പോലും കഴിയാതെ, ഒരു പ്രസ്താവന പോലും നടത്താൻ വയ്യാത്ത കാര്യത്തിലേക്ക് പൂട്ടിയിരിക്കുക. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കൊല്ലപ്പെടുമ്പോഴത്തേന് അവിടുത്തെ ഈ തീവ്രവാദ സംഘടന നേതാക്കന്മാരൊക്കെ ഏതെങ്കിലും ഒരു ചെറിയ സമ്മേളനം വിളിച്ചു കൂട്ടി തോക്കൊക്കെ എടുത്തിട്ട് വലിയ ഗീർവാണം അടിക്കും, ഞങ്ങൾ തട്ടിക്കളയും, കൊന്നുകളയും, ഇതിന് പ്രതികാരം കിട്ടും എന്നൊക്കെ പറയുമെങ്കിൽ ഇന്ന് ഒന്നും മിണ്ടാൻ വയ്യ. കാരണം ഞങ്ങളുടെ ആളുകളാണ് അവിടെ കൊല്ലപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ കഥ. അപ്പോ ഇവരെ കൊലപ്പെടുത്തിയിരിക്കുന്നു. ഇന്നത്തെ ദിവസത്തിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് നമ്മുടെ പാർലമെന്റിൽ പകൽഗാം വിഷയം ഒരു ചർച്ച 16 മണിക്കൂർ ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ സമ്മതിക്കുകയും ആ ചർച്ച നടത്താൻ കഴിയാത്ത വിധം വലിയ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷം. അത് അവരുടെ ഒരു സ്ഥിരം ശൈലിയുമാണ്. ആ ഒരു അവസരത്തിൽ തന്നെയാണ് ഈ വാർത്ത എത്തുന്നത് എന്നുള്ളതും ചിലപ്പോൾ യാദൃശികമാണ്. കാരണം പഹൽഗാം ഭീകര ആക്രമണത്തിൽ ഉള്ളവർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവർ കൊല്ലപ്പെട്ടു എന്ന് കൃത്യമായി തന്നെ പറയാൻ കഴിയും. ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് 2 ഭീകരർ കൊല്ലപ്പെട്ടിരുന്നു. ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടവരാണ് എന്നാണ് അന്ന് പറഞ്ഞു കേട്ടത്. അതിലൊരു ഭീകരന് ഇതിൽ ബന്ധമുണ്ട് എന്ന് പറയുന്നത്. പിന്നെ ഈ TRF എന്ന് പറയുന്ന സംഘടന അവിടെ ചെയ്തുകൊണ്ടിരുന്നത് അവിടുത്തെ ഗ്രാമങ്ങളിലും മറ്റും ഇറങ്ങിയിട്ട് അവിടുത്തെ യുവാക്കളെ മറ്റുമൊക്കെ ചൂഷണം ചെയ്യുകയും ഭീതിപ്പെടുത്തിക്കൊണ്ടുമായിരുന്നു ഇതിനകത്തേക്ക് ആകർഷിക്കാനൊക്കെ ശ്രമിച്ചത്. അപ്പൊ ലോക്കൽ സപ്പോർട്ട് ഇവർക്ക് ഉണ്ട് ഈ അതിർത്തി മേഖലയിൽ. ഇപ്പോൾ ഇന്ത്യ ഒരു നിർദ്ദേശം അവിടുത്തെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്, ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്, ഏത് നിമിഷവും ഒരുപക്ഷെ ഓപ്പറേഷൻ 3 സ്റ്റാർട്ട് ചെയ്തേക്കാം എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഒന്ന്. രണ്ടാമത് ഇന്ത്യ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന മഹാദേവ് എന്ന് പറയുന്ന ശക്തമായ ഓപ്പറേഷൻ, ആ ഓപ്പറേഷൻ നടക്കുമ്പോൾ ജനങ്ങളുടെ സഹകരണം അനിവാര്യമാണ്. കാരണം വീട്ടിലിരിക്കാൻ പറഞ്ഞാൽ അത് കാരണം കാശ്മീരിലെ ജനങ്ങളെ സംബന്ധിച്ച് അവരിത് അതിനകത്ത് നന്നായിട്ട് അറിയാം അവർക്ക് എങ്ങനെ അതിൽ പെരുമാറണം എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ ഒരു ചെറിയ ഒരു സെമി കർഫ്യൂ പോലത്തെ ഒരു കാര്യങ്ങളായിരിക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഒരു ജാഗ്രതാ നിർദ്ദേശം ജനങ്ങൾ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, നിങ്ങൾ ജാഗ്രതയോടെ നിൽക്കുക. കാരണം ഇങ്ങനത്തെ ഇൻഫർമേഷൻ, കാരണം കാശ്മീരിലെ ജനത്തിനായാലും പഞ്ചാബിലെ ജനത്തിനായാലും ഒക്കെ അതിർത്തി പ്രദേശങ്ങളിൽ കിടക്കുന്ന സ്റ്റേറ്റിലെ ജനങ്ങൾക്ക് ഈ മുന്നറിയിപ്പുകൾ കൃത്യമായി അവർ പാലിക്കും. കാരണം അവരത് എക്സ്പീരിയൻസ്ഡ് ആണ് ഇതിനകത്ത്. പല വാറുകളും ഏറ്റുമുട്ടലും വെടിവെപ്പും ഒക്കെ ഉണ്ടായിട്ട്. അപ്പൊ ഇത് അടുത്ത് തന്നെ ഒന്നും ഉണ്ടാകാം. കാരണം എനിക്ക് തോന്നുന്നു ഇത് മുനീർ ഇതിപ്പോ നടന്നിരിക്കുന്നത് പാകിസ്ഥാൻ ഇത് ഏറ്റുപിടിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിനകത്ത് ഇപ്പൊ അവർ പറയാൻ പോകുന്ന ഇതാണ്, ഞങ്ങൾക്കറിയില്ല, ഞങ്ങളുമായി യാതൊരു ബന്ധവുമില്ല എന്ന്. ഈ കൊല്ലപ്പെട്ടവരുടെ ഐഡന്റിറ്റി എന്തായാലും ഇന്ത്യ വെളിപ്പെടുത്താതിരിക്കത്തില്ല. അവരുടെ പാക് ബന്ധം നമ്മൾ എല്ലാ തീവ്രവാദികളുടെ പാക് ബന്ധം നമ്മൾ പബ്ലിക് ലോകത്തിൽ മുഴുവൻ കാണിക്കാറുണ്ട്. അപ്പൊ ഇതും അങ്ങനെ ചെയ്യും, അതായത് യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷെ അവരത് അംഗീകരിക്കാൻ സാധ്യതയില്ല ഒരു പക്ഷേ. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിന് തിരിച്ചടിയായിട്ട് അവരൊരു ഗൂഢാലോചന നടത്തിക്കൊണ്ട് എന്തെങ്കിലും ഒരു മറുപടി ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം മുനീറിനെ സംബന്ധിച്ച് ഇനി അധികം വൈകാൻ സാധ്യതയില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ച് എങ്ങനെയും പട്ടാഭിഷേകം നടത്തിയേ പറ്റൂ. അപ്പൊ ആ ഒരു സാഹചര്യത്തിലേക്ക് ഒരു പരാജയപ്പെട്ട പടനായകൻ എന്നതിൽ നിന്ന് മാറി എന്തെങ്കിലുമൊക്കെ ഇന്ത്യക്കെതിരെ ചെയ്തിട്ട് വീരനായി അവരോധിക്കപ്പെടുക. കാരണം ഈ ഒരു അവസരം നോക്കിക്കൊണ്ട് ഇപ്പോഴുള്ള ഷഹബാസ് ഷെരീഫിന്റെ ഭരണകൂടത്തെ മറിച്ചിട്ടുകൊണ്ട് അധികാരത്തിലേറാം എന്നുള്ളതാണ്. പക്ഷെ ഇനി കിട്ടുന്ന പണി പഴയതുപോലല്ല എന്ന് നമ്മുടെ പ്രധാനമന്ത്രി അടക്കം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഇനി പഴയതുപോലല്ല, കിട്ടുന്നതിന് തീർത്തു തരും എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യുമെന്നറിയില്ല. പിന്നെ ഡൊണാൾഡ് ട്രംപ് ഉണ്ട്, അദ്ദേഹം ട്രേഡിങ് നടത്തുകയോ ഇല്ല എന്നറിയത്തില്ല ഇതിന്റെ ഇടയ്ക്കൂടെ. എന്തായാലും ഇപ്പൊ അങ്ങനെയാണല്ലോ. ഇപ്പൊ എന്തായാലും ഇടയ്ക്ക് മറ്റേ ഈ തായ്ലൻഡ് ആയിട്ടുള്ള സംഘർഷത്തിൽ പുള്ളി പറഞ്ഞു, ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ ചെയ്യണം കംബോഡിയ ആയിട്ടുള്ള. അപ്പൊ ഞാൻ പറഞ്ഞിട്ടാണ് അവർ നിർത്തിയതെന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. എല്ലാത്തിലും കയറി പുള്ളി തലവെക്കും. ഇതിനകത്ത് പുള്ളിക്ക് തലവെക്കുന്നതിന് മുമ്പ് തന്നെ പണി തീർക്കുമെന്ന് തോന്നുന്നു പാകിസ്ഥാൻ. അതിന് ഉള്ള ഒരു പോക്കാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം കരസേനാ മേധാവി പറഞ്ഞ ഒരു കാര്യം, അതിനു മുൻപ് ശ്രീ അമിത്ഷായും രാജ്നാഥ് സിംഗും നമ്മുടെ രാഷ്ട്രപതിയെ കണ്ട മീറ്റിംഗ്, അജിത് ഡോവൽ മുൻ സേനാനായകന്മാരെ കണ്ടത്, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയെ കണ്ടത്. കാരണം രാഷ്ട്രപതിയെ നമ്മളിതെല്ലാം അറിയിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഒരു രീതി, നമ്മുടെ ഒരു പ്രോട്ടോക്കോളും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ അധികം വൈകില്ല, ചിലപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് പാകിസ്ഥാന്റെ ഉച്ചിയിലടിച്ച അടുത്ത വാർത്തയോടെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും എന്ന് തന്നെ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.